നാട്ടിൻപുറത്ത് പറയാറില്ലേ, നമ്മൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് വെട്ടിയില്ലെങ്കിൽ അത് മുറിയില്ല, ഇങ്ങനെ ചതഞ്ഞിരിക്കും. അത്തരം ചില കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. വെട്ടൊന്ന് തുണ്ടം 2. അപ്പോൾ ഈ വാവിട്ട വാക്കുകൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവുന്നതൊക്കെ നമ്മൾ എല്ലാ കാലവും കാണുന്നുണ്ട്. സംസ്ഥാന തലത്തിലാവട്ടെ, ദേശീയ തലത്തിലാവട്ടെ, വല്ലാത്ത രീതിയിലൊക്കെ വല്ലാത്ത മാനത്തിലൊക്കെ പ്രചരണം പോകുന്നതും ഒരു ഇലക്ഷന്റെ ഗതിയെ തന്നെ വേണമെങ്കിൽ മാറ്റുന്ന പല വാക്കുകൾ നമ്മൾ ദേശീയ തലത്തിൽ കണ്ടതാണ്. അപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ പിണറായി വിജയന്റെ പരനാറി പ്രയോഗം ഒക്കെ നമ്മൾ ആ പട്ടികയിൽപ്പെടുത്തിയ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചില വാക്കുകളാണ്. ഇക്കുറി മാറ്റമില്ല, വാവിട്ട വാക്കുകളുടെ ഒരു ഘോഷയാത്ര. വേണമെങ്കിൽ ചുരുക്കി ഇങ്ങനെ പറയാം, എം മണിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇടുക്കി തൂക്കുപാലത്ത് അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലായിരുന്നു എം മണിയുടെ വിവാദ പരാമർശം. ഇരയായത് ഇടുക്കി UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. നാടൻ പ്രയോഗം എന്ന പേരിൽ എം മണി പറയുന്ന അസഭ്യം കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയാണെന്നായിരുന്നു ഡീൻ കുര്യാക്കോസിന്റെ പ്രതികരണം. 1, 2, 3 പ്രസംഗമടക്കം നാവ് ചതിച്ചതിന്റെ പേരിൽ ജയിൽവാസം വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എം മണിക്ക്. തിരുത്തലും മാപ്പ് പറച്ചിലും മണിയാശാന് പുത്തരിയല്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ നടത്തിയ പരാമർശം തെരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. RSP LDF പാളയം വിട്ടതിന്റെ അമർഷം NK പ്രേമചന്ദ്രനെ പരനാറിയെന്ന് വിളിച്ചാണ് പിണറായി വിജയൻ തീർത്തത്. ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്ന ഒരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയാന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന് ഫലം വന്നപ്പോൾ മന്ത്രിയായിരുന്ന MA ബേബിക്കുണ്ടായത് വൻ വീഴ്ച. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാട്ടുപാടി വോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ LDF കൺവീനറായിരുന്ന A വിജയരാഘവൻ നടത്തിയ പരാമർശം വിവാദമായി. ഇടതുകോട്ടയിൽ രമ്യ ഹരിദാസ് വിജയിച്ചു കയറിയത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ. എതിർപ്പാളയത്തിലായിരുന്ന ലതിക സുഭാഷിനും സിന്ധു ജോയ്ക്കുമെതിരെ VS അച്യുതാനന്ദൻ നടത്തിയ പരാമർശങ്ങളും ഏറെ വിമർശിക്കപ്പെട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ഷാനിമോൾ ഉസ്മാനെതിരെ G സുധാകരൻ പൂതന പരാമർശം നടത്തിയത്. അട്ടപ്പാടിയെ സൊമാലിയയുമായി ഉപമിച്ച് നരേന്ദ്രമോദി നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയ്ക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ കോവിഡ് റാണി അടക്കമുള്ള പ്രയോഗങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജാതി സൂചിപ്പിച്ച് KPCC അധ്യക്ഷൻ K സുധാകരൻ നിരന്തരം നടത്തിയിരുന്ന അധിക്ഷേപ പരാമർശങ്ങളും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക് 24. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വാർത്ത വായിക്കുമ്പോഴേ തെറ്റ് വരല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി തെറ്റ് ഉറപ്പാണ് എന്ന് പറയുന്ന പോലെ വാക്കുപിഴ വരല്ലേ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു തുടങ്ങി ചിലപ്പോൾ ഉറപ്പായിട്ട് വാക്കുപിഴ വരുമായിരിക്കും. അപ്പൊ ഇനി എന്തൊക്കെ കാണാതിരിക്കുന്നു അല്ലേ? ഈ അങ്ങനെ വിചാരിക്കാതെയും ബോധപൂർവ്വം ഉണ്ടാക്കുന്ന പിഴവുകൾ ചിലതുണ്ട്. അതെക്കാലത്തും അതിന്റെ നമ്മളുടെ അടിവേരുകൾ എന്ന സെഗ്മെന്റ് ബാക്കിയുണ്ട്. അത്തരം പരാമർശങ്ങളുടെ അടിവേരുകൾ ചികഞ്ഞു പോയാൽ അതിനൊക്കെ പിന്നിൽ വലിയ രാഷ്ട്രീയ കാരണങ്ങൾ. ഞാൻ പറഞ്ഞ ചില തന്ത്രങ്ങൾ ഇപ്പം അവിടെ നിൽക്കുന്ന ഒരു വലിയ വിഷയത്തെ മാറ്റിവിടാനൊക്കെ ഉള്ള ഒരു സ്ട്രാറ്റജി അടക്കം വേണം ഉപയോഗിക്കാം. ഇപ്പൊ ഇന്ന് എം മണിയുടെ പരാമർശങ്ങൾ കേരളത്തിൽ സജീവമായി നിൽക്കുന്ന ചില വിഷയങ്ങളെ മറിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക്കായിട്ട് പറയുന്നത് CPM നേതാക്കളുടെ BJP ബന്ധം മറച്ചുവെക്കാൻ അല്ലെങ്കിൽ കച്ചവട ബന്ധം മറച്ചുവെക്കാനുള്ള നീക്കമാണ് എന്നൊക്കെ പറയുന്നത്. പിണറായി വിജയൻ അന്ന് നടത്തിയ പരാമർശത്തിന് പോലും അത്തരം അർത്ഥം കൽപ്പിക്കുന്ന രാഷ്ട്രീയ വിശകലനങ്ങൾ നമ്മൾ പിന്നീട് കണ്ടു. അപ്പൊ അതിന്റെ പിന്നാമ്പുറങ്ങൾ ഉണ്ടാവാം അല്ലേ? ഉറപ്പായി. എല്ലാം നാക്കുവഴയല്ല, ചിലത് ബോധപൂർവമായ നാക്കുപിഴ. ഇവിടെ അജിരാജ് പറയാണ്, വിജയകുമാർ ബ്രോ പാലക്കാട് പോയിട്ട് മോദിയെ കണ്ടോ? ഒരു ബൈറ്റ് ചോദിക്കായിരുന്നു. ഹാഷ്മിയ ബ്രോയെ പേടിച്ച് ആലപ്പുഴയിൽ കടൽ വരെ ഉള്ളുവലിഞ്ഞു പറയണം. ഉൾവലിഞ്ഞ കടൽ തിരിച്ചു കയറിയിട്ടില്ല, സമാധാനം പറയേണ്ടി വരും. കടൽ പോലും ഷോക്ക് മാറിയിട്ടില്ല. അതാണ്.